Hi dear friends, welcome to my channel. ഇന്നൊരു ബ്രെഡ് കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അബദ്ധവശാല് അതിന്റെ ടൈറ്റിൽ പോലെ തന്നെ ലാസ്റ്റ് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ ശരിക്കും ഒന്ന് പണി പാളി. അപ്പോൾ എനിക്ക് പണി പാളിയത് എവിടെയാണെന്ന് ഞാൻ പറയാം. ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണി പാളാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ വീഡിയോയിലേക്ക് പോകാം. ബ്രെഡ് കേക്കിന്റെ മസാല റെഡിയാക്കാൻ വേണ്ടി 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്. ബ്രെഡ് കേക്കിന്റെ ഫില്ലിങ് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു 4-5 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആണ്. അപ്പൊ അത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിൽ പിടിപ്പിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. പിന്നെ നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സാധാരണ മസാല ആക്കുമ്പോൾ തന്നെ. ഇപ്പൊ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇതില്. അപ്പൊ അതിന്റെ ചിക്കന്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് നന്നായി വഴറ്റി ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് വഴന്ന് കിട്ടും ഉള്ളി. പിന്നെ ഇതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് നന്നായി വഴറ്റി അതിന്റെ ആ ഒരു കട്ടിയൊക്കെ മാറി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയ ചേർക്കുന്നത്. കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. പച്ചമുളക് നേരത്തെ എരിവിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വേവിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിടാം. നമ്മുടെ ബ്രെഡ് കേക്കിനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കേക്കിന് വേണ്ടി ആവശ്യമുള്ള ബ്രെഡ് പീസ് എടുക്കാം. 6 പീസ് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ വീഡിയോയിൽ കാണും പോലെ 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ബ്രെഡ് പീസ് തന്നെ. പിന്നെ ചുവട് കട്ടിയില്ല കുറച്ച് കുഴിയുള്ള ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ പാത്രം ചുഴറ്റി കൊടുക്കുക. അപ്പൊ അതിന്റെ എല്ലാ സൈഡിലും ശരിക്കൊന്നാവും. പിന്നെ ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പീസ് ഓരോന്നായി നമ്മൾ ആ മുട്ടന്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ കാണും പോലെ കുറച്ച് സൈഡിലേക്ക് കയറ്റി വേണം ബ്രെഡിന്റെ പീസ് വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഫില്ലിങ്സ് ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് പുറത്തായി പോകും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് കയറ്റി വെക്കുന്നത് മുകളിലേക്ക്. ബ്രെഡ് പീസ് എല്ലായിടത്തും വെക്കണം. ചെറിയൊരു ഹോളൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് കഷ്ണാക്കി അതിൻ്റെ ഇടയിലൊന്ന് വെച്ച് ഒന്ന് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യാം. കൂടുതൽ സൈഡിലേക്ക് ഇടണ്ട, നടുവിലായിട്ട് വേണം മസാല നിറക്കാൻ വേണ്ടിയിട്ട്. തീ വളരെ കുറച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ സേഫ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു പഴയ പാൻ വെച്ച് കൊടുക്കാം അടിയിൽ.
അല്ലെങ്കിൽ പഴയ പാത്രത്തിന്റെ മൂടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ചിക്കൻ ഫില്ലിങ് കറക്റ്റായി ഒന്ന് വെച്ചതിന് ശേഷം ആ പ്രോസസ്സ് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ബാക്കിയുള്ള ബ്രെഡ് പീസസും കൂടി നമുക്ക് മുട്ടയിൽ മുക്കി ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് നിരത്തി വെക്കാം. ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാം. മുട്ടന്റെ മിക്സ് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തത് പീസാക്കി ഇതിന്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലക്ക് വേണ്ടി റെഡിയാക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മുകളിലൊക്കെ ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം അതൊന്ന് ചെറുതായി സ്ലൈസായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്താണ് അങ്ങനെ. ബ്രെഡ് കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചാൽ മാത്രം മതി. പക്ഷെ ഈ സ്റ്റേജിലാണ് എനിക്ക് പണി പാളിയത്. കാരണം ഇത് തിരിച്ചിടാൻ വേണ്ടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് വേറൊരു ഫ്രൈ പാൻ വെച്ച് ഈ താഴെ വെച്ച പാത്രം ഒന്ന് ജസ്റ്റ് കമിഴ്ത്തുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല, താഴെയുള്ള പാത്രത്തിന്റെ ഒരു കൈപ്പിടിയിലെ സ്ക്രൂ ലൂസായിരുന്നു. അത് കാരണം ഞാൻ കമിഴ്ത്തുമ്പോൾ 2 പാത്രവും താഴെ വീണു. ബ്രെഡ് കേക്ക് മൊത്തം പൊട്ടി നാശായി, ഒന്നിനും കൊള്ളാണ്ടായി. ഒരു ചെറിയ പീസ് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ളൂ. 2 സങ്കടമായിരുന്നു എനിക്ക്. ഒന്നാമത് ഇത്രയും സാധനങ്ങൾ, തിന്നുന്ന സാധനങ്ങളൊക്കെ വേസ്റ്റായി. പിന്നെ സാധാരണ ഒരു കുക്കിംഗ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു കുക്കിംഗ് ചെയ്യുമ്പം നോർമൽ കുക്കിംഗ് ടൈമിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമറ ആംഗിൾ ചെയ്തിട്ടും അങ്ങനെ കുറച്ചുകൂടി എഫേർട്ട് എടുത്തിട്ടും. അപ്പോൾ 2 സങ്കടമായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കിച്ചണിൽ മസ്റ്റായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിരിക്കണം. കിച്ചണിൽ ടൂൾ ബോക്സ് ഒക്കെ ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷെ ഇല്ലാത്തവർക്ക് വേണ്ടിയാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ എങ്കിലും കീപ്പ് ചെയ്യണം. കാരണം നമ്മൾ കുക്കറിന്റെയും ഫ്രൈ പാനിന്റെയും പാൽ കുക്കറിന്റെ ഒക്കെ സ്ക്രൂ ഇങ്ങനെ ലൂസായി കിടക്കുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ ഇങ്ങനെയുള്ള ഭയങ്കര നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി ഞാനും ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണിത്. അപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഇങ്ങനൊരു പണി കിട്ടാതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.